തൂങ്കുഴി പിതാവിൻ്റെ അന്ത്യവിശ്രമത്തിന് ഇനി മിനിറ്റുകൾ മാത്രം. മുൻ തൃശൂർ ആർച്ച് ബിഷപ്പും മാനന്തവാടി രൂപതയുടെയും താമരശ്ശേരി രൂപതയുടെയും മെത്രാനുമായിരുന്ന ആർച്ച് ബിഷപ്പ് എമിരിറ്റ്സ് മാർ ജേക്കബ് തൂങ്കുഴി പിതാവിൻ്റെ അന്ത്യവിശ്രമത്തിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായിരിക്കുന്നു. തൃശൂരിൽ നിന്നും ഭൗതികദേഹവും വഹിച്ചുള്ള വിലാപയാത്ര കോഴിക്കോടെത്തി മൃതദേഹം പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ വൈകിട്ട് 6:30യോടെയാണ് മൃതസംസ്കാര ശുശ്രൂഷകളുടെ അവസാന കർമ്മങ്ങൾ തുടങ്ങുക. കോഴിക്കോട് കോട്ടുളിയിലെ ക്രിസ്തുദാസി സന്യാസിനി സമൂഹത്തിൻ്റെ ജനറലേറ്റായ ഹോം ഓഫ് ലവിലേക്കാണ് ഭൗതിക ശരീരം എത്തിക്കുന്നത്. തുടർന്ന് SKD ജനറലേറ്റ് കപ്പേളയിലാണ് ഭൗതിക ശരീരം അടക്കം ചെയ്യുന്നത്. തൂങ്കുഴി പിതാവിനോടുള്ള ആദരസൂചകമായി ഇന്ന് താമരശ്ശേരി രൂപതയിലെ എല്ലാ സ്കൂളുകൾക്കും മറ്റ് സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിരുന്നു. പിതാവിന് വേണ്ടി താമരശ്ശേരിയിലെ എല്ലാ ഇടവകകളിലും സ്ഥാപനങ്ങളിലും വിശുദ്ധ കുർബാനയും ഒപ്പീസും ചൊല്ലിയിരുന്നു. തൂങ്കുഴി പിതാവിൻ്റെ മൃതസംസ്കാര കർമ്മങ്ങളിലും പൊതുദർശനത്തിലും ഇന്ന് 10,000-കണക്കിന് ആളുകളാണ് തൃശൂരിൽ പങ്കെടുത്തത്. മാർ റാഫേൽ തട്ടിൽ പിതാവിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിൽ സംസ്കാര കർമ്മങ്ങൾ നടന്നു. തൃശൂരിൽ നിന്നും വിലാപയാത്രയായാണ് മൃതദേഹം താമരശ്ശേരിയിലേക്ക് കൊണ്ടുപോയത്. CBCI പ്രസിഡന്റും തൃശൂർ അതിരൂപതയുടെ ആർച്ച് ബിഷപ്പുമായ മാർ ആൻഡ്രൂസ് താഴത്ത് പിതാവും സഹായമെത്രാൻമാർ ടോണി നീലങ്കാവിൽ പിതാവും തലശ്ശേരി അതിരൂപതാധ്യക്ഷൻ മാർ ജോസഫ് പാംബ്ലാനി പിതാവും മൃതദേഹത്തോടൊപ്പം താമരശ്ശേരിയിലേക്ക് യാത്ര ചെയ്തിരുന്നു. സമാപന കർമ്മങ്ങളിൽ പിതാക്കന്മാർക്കൊപ്പം ബോസ്കോ പുത്തൂർ പിതാവും റെമീജിയോസ് ഇഞ്ചനാനിയിൽ പിതാവും മാനന്തവാടി ബിഷപ്പ് മാർ ജോസഫ് പൊരുന്നേടം പിതാവും സഹകാർമ്മികരായുണ്ട്. മറ്റ് സഭാ മേലധ്യക്ഷന്മാരും രാഷ്ട്രീയ പ്രമുഖരുമെല്ലാം അന്ത്യകർമ്മങ്ങളിൽ സാക്ഷികളാവാനായി താമരശ്ശേരിയിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മിൽ നിന്നും വേർപിരിയുന്ന നമുക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കാൻ പിതാവിൻ്റെ സന്നിധിയിലേക്ക് യാത്രയാകുന്ന നമ്മുടെ സ്വന്തം തൂങ്കുഴി പിതാവിന് അന്ത്യാഞ്ജലികൾ.